ഞാൻ കമന്റ്സ് അല്ലെങ്കിൽ നമ്മളിത് ആലോചിക്കുമ്പോഴാണ് ദൃശ്യം വരും പോകും പിന്നെ വരും പോകും. ഇത് എവിടെ പോകുന്നത്? അത് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് വരലും പോകലും അങ്ങനല്ല. അത് ഞാൻ ഒരു മേജർ ബ്രേക്ക് എടുത്തത് ഞാൻ ഹാപ്പി വെഡിങ് കഴിഞ്ഞ് ചെയ്യുന്ന സമയത്ത് +1 +2 ആ ഒരു ടൈം ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഇതിന് എനിക്ക് സിനിമയെ കുറിച്ച് അധികമൊന്നും നോളജ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതാണ് എന്റെ പ്രൊഫഷൻ എങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ കുറിച്ച് ഒരു അറിവ് വേണമെന്ന് തോന്നി. അങ്ങനെ ഡിഗ്രി പെർസ്യൂ ചെയ്യാൻ വേണ്ടി പോയി. അപ്പൊ ആ സമയത്ത് ബാംഗ്ലൂർ ആയിരുന്നു. അപ്പോ ഷൂട്ട് ചെയ്യാനും ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടെങ്കിലും ചിലത് എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റില്ല. ചില ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് ഞാൻ അറിയുന്നില്ല. കാരണം എന്നെ കോൺടാക്ട് ചെയ്യാൻ ആരുടെ കയ്യിലും അങ്ങനെ ഞാൻ അത്ര ഭയങ്കര സോഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സണും അല്ല. കുറെ പേർക്ക് എന്റെ നമ്പറും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇപ്പൊ ഈ കുറെ ആയിട്ട് ഞാൻ ഇങ്ങനെ അറിയുന്നുണ്ടാവും, അന്ന് ഒരു പ്രോജക്റ്റിന് സംസാരിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു, കിട്ടിയില്ല. വേറെ ആരും കല്യാണം കഴിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഫേക്ക് ന്യൂസ്. ഫേക്ക് ന്യൂസ് അതെ. ആ കമന്റിന്റെ താഴെ തന്നെ ഫേക്ക് ന്യൂസ് പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് ഞാൻ കണ്ടിരുന്നു. അങ്ങനെ അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്തെടുത്ത പഠിച്ചതും സിനിമയാണ്. ഡിഗ്രി ബാംഗ്ലൂർ പഠിച്ചതും സിനിമയാണ്. ഫിലിം മേക്കിംഗ് ആയിരുന്നു. അശ്വിനെ ഇപ്പൊ ഞാനിപ്പോ 2-3 മണിക്കൂർ മുമ്പ് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ അശ്വിന്റെ ഒരു റീൽ അവിചാരിതമായി വന്ന കേട്ടോ. അത് വന്നത് അശ്വിനും അമ്മയും കൂടെ ഉള്ള ഒരു കിട്ടിയല്ലേ? ഞാൻ അല്ലെങ്കിൽ തള്ളാന്ന് വിചാരിക്കും പറയുന്നത്. നമ്മൾ ഈ സ്റ്റേജിലുള്ള അശ്വിനെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് വരുന്നുണ്ടോ? അത് എന്താണ്? അല്ല, സ്റ്റേജ് എന്ന് പറയുമ്പം ഈ ചാനലിലൊക്കെ വന്നത് ആക്ച്വലി സിനിമയിലേക്ക് വരാനുള്ള വഴിയായിരുന്നു. അത് ഞാൻ ആ ചാനലിൽ കയറുന്നതിൻ്റെ മുമ്പ് ഫസ്റ്റ് ഡേ ബമ്പർച്ചിരിയുടെ ആദ്യത്തെ ഡയറക്ടർ ശ്രുതി പിള്ളയാണ്. ശ്രുതി മാഡത്തിനോട് ഞാൻ ആദ്യം ഞങ്ങൾ പേഴ്സണലി ഇരിക്കും കണ്ടസ്റ്റൻസ് ആയിട്ട് ഡയറക്ടർ നേരിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പേഴ്സണലി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, മാം സിനിമയിൽ കയറാൻ ഉള്ള വഴിയാണ്, സിനിമയിലേക്ക് ഒരു സ്പേസ് കിട്ടിയാൽ ഞാൻ പോകും എന്നുള്ളത്. ഞാൻ ഓൾറെഡി വരില്ല എന്നുള്ളതല്ല, നമ്മളെല്ലാവരും ഒരു അപ്ഡേറ്റ് ആവണം അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സിനിമ ചെയ്യാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഈ ചാനലിലും അവിടെയൊക്കെ മിക്ക ആളുകളും ഷോ ചെയ്യുന്നതും പ്രോഗ്രാം ചെയ്യുന്നതൊക്കെ നാളെ ഒരു നല്ല സിനിമ വരും അതുവഴി രക്ഷപ്പെടാം എന്നുള്ളൊരു സേഫ് സോണിൽ തന്നെയാണ്. എൻ്റെ ലക്ഷ്യം സിനിമ എന്നുള്ളത് തന്നെയാണ്. സിനിമയിലേക്കുള്ളൊരു വഴിയാണ് എനിക്ക് ആ ഷോ. അപ്പം അത് ആ സ്പേസിൽ ഇപ്പം വ്യക്തമായിട്ട് നിൽക്കാൻ പറ്റുന്നതുകൊണ്ടാണ് തിരിച്ച് അത് ചെയ്യാൻ പറ്റാതെ. പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ പുറകോട്ട് തന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നേന്നും തുടങ്ങണം, ഉണ്ടാക്കി വരില്ലേ ഓരോന്ന്. അതുകൊണ്ടാണ് സുഖമായിട്ടിരിക്കുന്നു വീട്ടിലുണ്ട്. ഓ ആദ്യം ഒരാള് ചോദിച്ചു ഇല്ല, അത് നല്ല ചോദ്യം. പാട്ട് നിർത്താന്ന് പറഞ്ഞ പോലെ ഇതാ പറഞ്ഞത് നിങ്ങൾ നല്ല ക്ഷീണം ഉണ്ടോന്നുള്ള. പക്ഷെ നമുക്ക് ഇപ്പൊ അതിവേറെ കമന്റിലേക്ക് വരാം. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ടോപ്പ് കമന്റിൽ ഞാൻ കണ്ടൊരു സാധനം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഇങ്ങനെയാണെങ്കിൽ പടം മുഴുവൻ ട്രെയിലറിലുണ്ടല്ലോ എന്നുള്ളതാണ് ടോപ്പ് കമന്റ് ആയിട്ട് നിൽക്കുന്നത്. അതെന്താ അങ്ങനെ ഒരു ട്രെയിലർ കട്ട് ചെയ്യാൻ? അത് ഉറപ്പായിട്ടും അത് എനിക്ക് തോന്നുന്നു പടത്തിന്റെ ഒരു ഷെയ്ഡ് മാത്രമേ, പടത്തിന്റെ മേജർ ഏരിയകളൊന്നും ഇല്ല. പക്ഷെ അങ്ങനെ ആളുകൾ അങ്ങനെ പറയുന്നത് ഒരു കണക്കിന് നല്ലതാണ്. ആളുകൾ അതിന് അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്, നമ്മുടെ ട്രെയിലറിന് അങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോ ഇത് ഫുൾ കഥ ഇങ്ങനെ ഒരു പ്രണയം അത് ബ്രേക്കപ്പ് ആവുന്നു, അങ്ങനെ തീരുന്നു, അങ്ങനെ അത് മാത്രമാണോ? അപ്പൊ എല്ലാവരും ചോദിച്ചാൽ അതൊരു എൻഡ് പോലെ ആണ് ട്രെയിലറിൽ തോന്നുന്നത്, അങ്ങനെയാണോ എന്നുള്ളത്. പക്ഷെ അതല്ല, എന്തായാലും ഒരു ട്രെയിലറിൽ ഒരു സിനിമ മൊത്തം ആരും അപ്പൊ ഓഫ്കോഴ്സ് അത് അങ്ങനെ ചർച്ച എടുക്കുന്ന സത്യത്തിൽ സന്തോഷം, നല്ല കാര്യമാണ്. ഞാൻ ഇപ്പൊ സീസണിലൊക്കെ സംസാരിച്ചപ്പോ എല്ലാവരും പറഞ്ഞതാണ് അങ്ങനെ വിചാരിക്കട്ടെ, അങ്ങനെ വിചാരിച്ച് പടം കാണാൻ വരും. അതാണ് ഒന്നുകൂടി നല്ലത്, നമുക്ക് സേഫ്. പക്ഷെ അല്ലാതെ സാധനങ്ങളുണ്ട്, 2 മണിക്കൂർ പടം ഉണ്ടല്ലോ. അങ്ങനെയല്ല, 2 മിനിറ്റ് കൊണ്ട് നമ്മള് ഒരു പ്രണയ സിനിമയാണ് ഇതെന്ന് മാത്രം നമ്മൾ കൺവേ ചെയ്യാൻ മാത്രം. അതിന്റെ മേജർ ഏരിയകളിലൊന്നും അതിൽ കാര്യമായിട്ട് ഇല്ലാന്ന് തോന്നി. ഇല്ല. അപ്പൊ അതും നോർമൽ ട്രെയിലർ, നോർമൽ നോ ഫേക്ക് ന്യൂസ്. ഇപ്പൊ ലുക്മാനെ കിട്ടിയപ്പോ നമ്മൾ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ പ്രേക്ഷകരോട് പറഞ്ഞപ്പോ അവർ ആദ്യം ചോദിച്ചത് തല്ലുമാല 2 ഉണ്ടോ എന്നുള്ളതാണ്. അത് എന്റെ ചോദ്യമല്ല, പ്രേക്ഷകരുടെ ചോദ്യം ആയതുകൊണ്ട് മാത്രം. അങ്ങനെ ടോക്സ് വല്ലതും നടക്കുന്നുണ്ടോ? ഭയങ്കരമായിട്ട് ചോദിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുന്നതാണ്. അല്ല, അവരോട് ചോദിക്കാറുണ്ട്, അതിങ്ങനെ ഡിസ്കഷൻ നടക്കാറുണ്ട്. പിന്നെ അത് എങ്ങനെ നിന്ന് പോകും, പിന്നെ ഡിസ്കഷൻ നടക്കും. പിന്നെ അത് എന്താ പല ഫാക്ടേഴ്സ് ഉണ്ടല്ലോ അതില്.
അത് നടന്നു വരാന്നുള്ളത് അതിന്റെ എല്ലാ സൈഡും കൂടി ഒത്ത് വരുമ്പോ ചിലപ്പോ നടക്കുമായിരിക്കാം. ചിലപ്പോ നടക്കുമായിരിക്കും. നടക്കുമായിരിക്കാം. ഈ അതിഭീകര കമന്റ് നമ്മൾ സാധാരണ ഈ ടൈറ്റിൽ വെച്ച് പിടിക്കാറുണ്ടല്ലോ. ഇപ്പൊ പേടിത്തൊണ്ടനാണ് എന്നുള്ള ട്രെയിലറിൽ ഒരു ഹിന്റ് വരുന്നുണ്ട്. ഇപ്പം ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനോട് പോയി പ്രണയം തുറന്ന് പറയാൻ ആ പേടിയുള്ളൂ. സ്ത്രീകളോട് സംസാരിക്കാൻ യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെയാണ്? യഥാർത്ഥ ജീവിതത്തിൽ കുറച്ചൊക്കെ ഓക്കെ. എവിടെ എങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് AI ആണ്. അതാണ് എന്തേലും ഉണ്ടെങ്കിൽ അത് കൊള്ളാം. എന്തേലും ഉണ്ടെങ്കിൽ അത് അല്ല ഈ അത് കൊള്ളാം. ഈ ക്യാരക്ടർ അങ്ങനെ ഇവന്റെ റിയൽ ലൈഫ് ആയിട്ട് ഒരു ബന്ധുവില്ല ക്യാരക്ടറിന്. അത് അത്ര പാവം നിഷ്കളങ്കനൊന്നല്ല. ഭയങ്കര കുരുത്തക്കേടാണ്. സ്ത്രീകളോട് എങ്ങനെ? അല്ല അങ്ങനെ ബാഡ് ആയിട്ടുള്ള രീതിയിലല്ല അല്ല ഞാൻ സീരിയസ് ആയി പറഞ്ഞു. സ്ത്രീകളോട് ഉറപ്പായിട്ടും അല്ല, ഇഷ്ടമുള്ള ഒരു പെണ്ണോട് മുൻപേ പ്രണയം തുറന്നു പറയാൻ അങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? പ്രണയം തുറന്നു പറയാൻ ഓഫ്കോഴ്സ് നമ്മളെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇപ്പൊ എത്ര വലിയ ഭീകര എത്ര വലിയ ഭയങ്കര ലൈഫിലുണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും. നമ്മളെത്ര വലിയ ധൈര്യവാനം എന്താന്ന് പറഞ്ഞാലും പെൺകുട്ടിയുടെ മുന്നിൽ പ്രപ്പോസ് ചെയ്യുന്ന ഫസ്റ്റ് പ്രപ്പോസ് കൂടുതലുള്ളവരുടെ പറയാനൊക്കെ ഭയങ്കര ഭയങ്കര എല്ലാരും അങ്ങനെയാ. ആദ്യമൊക്കെ ഒന്ന് വിറക്കും, പിന്നെ അതൊരു 2-3 ആയാൽ നമ്മളിതില് ഭയങ്കര പ്രോ ആവും. ഒക്കെ റിജക്ഷൻ കിട്ടിയ ഒരു 3 റിജക്ഷൻ കിട്ടി 4ാമത്തെ പോയി ഒരു ഹലോ പറയാൻ പറ്റുമോ? പക്ഷെ ആദ്യത്തെ ഭയങ്കരമായിരിക്കും. അതുപോലെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ട് റിജക്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അത് ഓരോ നമ്മുടെ ഓരോ പ്രായങ്ങളില് എല്ലാ മനുഷ്യരും അത് വെളിപ്പെടുത്തിയ തന്നെ വന്ന് കമന്റ് ചെയ്യും നോ ഫേക്ക് കമന്റ് ചെയ്യും. ദൃശ്യോട് വന്ന ഒരു ഭയങ്കര ഒരു കാമുകൻ കുറെ നാള് സ്റ്റോക്ക് ചെയ്ത് അല്ലെങ്കിൽ പുറകെ നടന്ന ഒരാൾ, കാമുകൻ ഞാൻ വിളിക്കുന്നില്ല, ഒരു സ്റ്റോക്കർ അല്ലെങ്കിൽ ഇതുപോലെ ഭീകരൻ ആയിട്ടുള്ള ഒരാൾ ഉണ്ടായിട്ടുണ്ട്. അവള് സെർച്ചിങ്ങിലാണ്. അതെ അതെ പറയല്ലോ ഇവിടെ സെർച്ച് ചെയ്യുന്നില്ല. പുറമേ ഞാൻ സിഗ്മ എന്നൊക്കെ കല്യാണം കഴിയുന്ന വാർത്തയൊക്കെ പറഞ്ഞില്ലേ ഫേക്ക് ന്യൂസ്. അല്ല അത് ചിന്തിക്കൂല. ഒരു റൈറ്റ് പോസ്റ്റിനെ കാണുമ്പോ എന്താവും അങ്ങനെ കാണട്ടെ. എനിക്ക് ഇത്തരം കമ്മിറ്റ്മെന്റ്സിന്റെ കഥകളൊന്നും ഇല്ല ആക്ച്വലി. അല്ല ഇങ്ങനെ ഇത്തരം പ്രണയം കണക്ട് ചെയ്തുകൊണ്ടുള്ള കഥകളൊന്നും ഇല്ല. അല്ലാതെ എനിക്ക് ചെറുക്കന്മാരുടെ ഇടയിലുള്ള ഇതില് പറയണ ജെൻസിയാണ്. ഞങ്ങള് ജെൻസിക്ക് അല്ല അല്ലല്ല അല്ല അങ്ങനത്തെ ഒന്നുമില്ല. നമ്മള് ജെൻസിന്റെ ഇടയിൽ ആക്ച്വലി ഇത്തരം ഇതൊക്കെ കാഷ്വൽ ആണ്. അല്ലാതെ അങ്ങനെ ഓർത്തെടുക്കുന്ന ഒരു പ്രണയം അല്ലെങ്കിൽ ഇങ്ങനെ 38 വയസ്സായ ആൾക്കാരൊക്കെ കാഷ്വലായി. അവർക്ക് ഇനി എന്താ ചിന്തിക്കാനുള്ളത്? ഇനി കാഷ്വലായിട്ടാണ് ജീവിക്കാൻ.